കഴിഞ്ഞ ഈ അടുത്തുണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കാം. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു ടാബ് താഴെ വീണ് പൊട്ടിയത്രേ. താഴെ വീണ് പൊട്ടി. ഭാര്യൻ്റെ ഉമ്മ ഈ ഭാര്യൻ്റെ അനുജനോട്, എൻ്റെ സുഹൃത്തിൻ്റെ അനുജനോട്, ഭാര്യൻ്റെ അനുജനോടും അനുജത്തിനോടും ചോദിച്ചു, ഈ ടാബ് ആരാ തള്ളിയിട്ടത്? ഗെയിം കളിക്കാൻ തരാത്തതുകൊണ്ട് നിങ്ങൾ വാശി തീർത്തതാണെന്ന് തോന്നുന്നു. അല്ല. ഈ പൊട്ടിച്ചനോ? ഇല്ല. ഈ പൊട്ടിച്ചനോ? ഇല്ല. പിന്നെ ആര് പൊട്ടിക്കാനാ? ഈ തട്ടിൻ്റെ മേലെ വെച്ചിരിക്കുന്ന ടാബ് ഒരു കാരണവശാലും ഒറ്റയ്ക്ക് വീഴൂലല്ലോ. ഇല്ല. നിങ്ങൾ ആരും എടുത്ത് പൊട്ടിച്ചല്ലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ പറയുന്നത് പൊട്ടിച്ചിട്ടില്ല. ആരാ പൊട്ടിച്ചത്? എൻ്റെ ഈ സുഹൃത്തിന് ഒരു മോനുണ്ട്, ചെറിയ മോനാണ്. ആ മോനിക്ക് ഏതായാലും കൈയെത്തൂല. ഇവരെ സാക്ഷി നിർത്തിയിട്ട് ഈ മോനോട് പറഞ്ഞ്, മോനെ ഏതായാലും ഇത് പൊട്ടിക്കൂല എന്ന് ഉമ്മാമ്മക്ക് അറിയാം. മോനല്ലല്ലോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ തന്നെ. ഈയോ? ഈ തന്നെ? അതെ. എങ്ങനെ? ബാറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റൂൾ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മേലെ കയറിയിട്ട് കൈ ഇങ്ങനെ തട്ടിയപ്പോൾ ആ ടാബ് എൻ്റെ കൈക്ക് തട്ടി താഴെ വീണ് പൊട്ടിയതാണെന്ന്. അത് ശരി. എന്നിട്ട് വെറുതെ ഈ തത്തനീക്കാക്കനി പറയുന്നത്. എന്താ നീ അങ്ങനെ സത്യം പറയാനുള്ള കാരണം, കള പറയാതിരിക്കാൻ കാരണം എന്താ? ഉമ്മാമ്മ ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ? ഉത്തരം കേട്ടോളിയേ. ഉത്തരം ഇതാണേ. എന്താ ഉത്തരം എന്നറിയോ? ഉമ്മാമ്മയല്ലേ മിന്നാന്ന് പറഞ്ഞ ജീലാനി തങ്ങളൊന്നും ആരോട് കളവറയില്ല. യെസ്, വഹീദ്ദിമാല ജീവിച്ചിരിക്കുന്ന വീടുകളിൽ ഇപ്പോഴും സ്വാലിഹീങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെറുതെ ജൻസി ഇൻസ്റ്റാന്ന് പറഞ്ഞിട്ട് കാലത്ത് കുറ്റം പറയണ്ട. കുറ്റം നമുക്കാണ്. നഈബു സമാനന വൽ ഐബു ഫീന. നമ്മളെ വീട്ടിൽ അതിനൊന്നും സമയമില്ല. അതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം ഗസാലി റഹിമഹുല്ലാ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞത്. വീടുകളിൽ കുട്ടികൾക്ക് മഹാന്മാരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം എന്ന്. എന്തിന്? ലിയൻ അരിസ ഫീഹി ഹുബ്ബ സ്വാലിഹീൻ. കുട്ടികളുടെ മനസ്സിൽ ചെറുപ്പത്തിൽ തന്നെ സ്വാലിഹീങ്ങളോടുള്ള ഇഷ്ടം ഉണ്ടാവാൻ. അടുത്തിടെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് പുതിയ പഠനങ്ങൾ വരുന്നുണ്ട്. 2-3 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് തന്നെ കുട്ടികൾക്ക് കഥ പറഞ്ഞു തുടങ്ങണം. ഉമ്മമാർ അതിൽ സമയം കണ്ടെത്തണം. അതിന് സമയം കണ്ടെത്തണം. സ്വാലിഹീങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കണം. നമ്മൾ മാതൃകാ ജീവിതം ഉള്ളവരാവണം. ലാസ്റ്റ് ഒരു പാർട്ട് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഇപ്പോൾ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആൻഡ് മോറൽ കൺഫ്യൂഷൻസാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികൾ മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ കാണുന്നില്ല എന്നുള്ളതാണ് കുട്ടികളുടെ പ്രശ്നം. മുടി ഇങ്ങനെ മുറിക്കൽ കറാഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വെറുത്തിട്ടുണ്ട് എന്ന് ഈ ക്രോപ്പിനെ കുറിച്ചൊക്കെ പഠിച്ച് വീട്ടിലെത്തുമ്പോൾ ജ്യേഷ്ഠനെ കാണുന്നത് അങ്ങനെയാണ്. മോളെ വലുതായി ശരിയാവണ്ണം വസ്ത്രമൊക്കെ ധരിക്കണം. ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമൊക്കെ ഇങ്ങനെയാണെന്ന് കുട്ടി മതപാഠശാലയിൽ നിന്ന് പഠിച്ച് വീട്ടിലെത്തുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഉമ്മ മുഖം മറക്കാതെ കൈകാലുകൾ മറക്കാതെയാണ് പുറത്തേക്ക് പോണത്. ഈ കുട്ടി ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? പഠിക്കുന്ന കാര്യം വീട്ടിൽ കാണുമ്പോഴാണ് കുട്ടികൾക്ക് അത് മനസ്സിൽ തറവാവുക. അതിന് നമുക്ക് നല്ല മാതൃകാ ജീവിതം നയിക്കാൻ പറ്റണം. അതാ വേണ്ടത്. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ആയത്തിൻ്റെ ഒരു വ്യാഖ്യാനം എന്താണെന്നറിയോ? നമ്മളെക്കൊണ്ട് മക്കൾ തെറ്റുപഠിക്കേണ്ട ഗതികേട് വരുത്തല്ല റബ്ബേ എന്നതുകൂടിയാണ്. ഡെയിലി 17 തവണ നമ്മൾ അത് ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ശ്രമിക്കണം. ഉമ്മമാർക്ക് മൊത്തത്തിൽ കുട്ടികളെ ഏൽപ്പിച്ചു കൊടുത്ത്, ഞാൻ നിന്നെ ഏൽപ്പിച്ചിന് ഫീസ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ GPay ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഉപ്പമാർ തലയൂരുന്ന പരിപാടി പൊതുവിലുണ്ട്. അത് ശരിയല്ല എന്ന് ഇമാം ഷെഹ്റാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇനി മദ്രസയിലെ ഉസ്താദുമാരെയും മുഅല്ലിമീങ്ങളെ ഏൽപ്പിച്ചിട്ട്, ഉസ്താദേ എൻ്റെ മക്കളെ കാര്യം നോക്കണേ, ഓൻ്റെ നഖം, ഓൻ്റെ മുടി, ഓൻ്റെ ഡ്രസ്സ് എപ്പം നോക്കണം? അതെല്ലാം 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നോക്കും പോകണോ? 7:15 വന്നിട്ട് 8 മണിക്ക് പോവുകയും ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഈ 35 ആളുടെ നഖം നോക്കണം. അപ്പോൾ ഈ ഉപ്പാക്ക് എന്താ പണി? അങ്ങനെ മൊത്തത്തിൽ മുഅല്ലിമീങ്ങളെ ഏൽപ്പിച്ചിട്ട് തടി തപ്പരുത് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം ഷെഹ്റാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുന്നുണ്ട്. അതൊന്നും ശരിയല്ല. നമ്മൾ മാതൃകയാവുക. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞാൻ വുളു എടുത്ത പോലെ, ഞാൻ നിസ്കരിച്ച പോലെ, ഞാൻ ഖുത്ബ ഓതിയ ഭാഷയിൽ നിങ്ങളും കേട്ടോ
അതാണ് ഒരു ഉപ്പ, ഒരു പാരൻ്റ് ചെയ്യേണ്ടത്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു കുഞ്ഞിളം പ്രായത്തിൽ തഹജ്ജുദ് നിസ്കാരം ആരംഭിച്ചത് ഉപ്പ പാതിരാക്ക് എണീറ്റ് നിസ്കരിക്കുന്ന കണ്ടിട്ടാണ്. മഹാനായ സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്സരി റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരം രസം പിടിച്ചത് എങ്ങനെയാണെന്നറിയോ? അമ്മാവൻ തഹജ്ജുദ് നിസ്കാരത്തിൽ വലിയ ആസ്വാദനത്തോടെ നിസ്കരിക്കുന്ന കണ്ടപ്പോഴാണ് അവർക്കും ആ ഇബാദത്തിനോട് ടേസ്റ്റ് തോന്നിയത്. പറഞ്ഞു വന്നത് നമ്മളും മാതൃകയാവണം. ലാസ്റ്റ് ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുക, സമയം ദീർഘിപ്പിക്കുന്നില്ല, അവല് വക്ത് കളയേണ്ടതില്ല. എന്താ കാര്യം? നമ്മുടെ സംസാരത്തിലൊക്കെ വളരെ സോഫ്റ്റ്നെസ് എപ്പോഴും കൊണ്ടുവരണം. ഒരു കുടുംബമാകുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേ കാര്യം തന്നെ നമുക്ക് പല വിധത്തിൽ ചോദിക്കാൻ പറ്റും. അതിലേറ്റവും സോഫ്റ്റായിട്ട് ചോദിക്കുക. ഉദാഹരണത്തിന്, ഭാര്യനെ നമ്മൾ ഫോൺ വിളിച്ച് 5 തവണ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ 6ാമത്തെ തവണ വിളിച്ചിട്ടും കിട്ടാത്തപ്പോൾ വോയിസ് ആക്കുകയാണ്, മോളെ അർജൻറ്റായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നതാണ്, ഉമ്മാനെ വിളിച്ചിട്ടും കിട്ടണില്ലല്ലോ, എന്താ പറ്റിയത്? തിരക്കിലായതുകൊണ്ടായിരിക്കും എടുക്കാത്തതെന്ന് എനിക്ക് ഉറപ്പാണ്. അഥവാ എൻ്റെ മിസ് കോൾ കണ്ടാൽ, വോയിസ് കേട്ടാൽ ഒന്ന് തിരിച്ചു വിളിക്കണേ, അർജൻ്റ് ആയതുകൊണ്ടാണ്. ഇതാണ് സോഫ്റ്റായ രൂപം. ഇതേ സാധനം തന്നെ നമുക്ക് കടുപ്പത്തിൽ വോയിസ് വയ്ക്കാം. അല്ല ശൈത്താൻ, എനിക്ക് എന്തിനാ ഫോണ് ശൈത്താൻ, ഇങ്ങനെ വയ്ക്കാം. ഇതിലേതാണ് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ, കാന അർഫഖന്നാസ് ഇന്നല്ലാഹ യുഹിബ്ബു റിഫ്ഖ, അള്ളാഹുവിന് ഇഷ്ടം റിഫ്ഖാണ്. സോഫ്റ്റ്നെസ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ജീവിതം തന്നെ ഭയങ്കര സൗന്ദര്യമായിരിക്കും. ജീവിതമേ സൗന്ദര്യമായിരിക്കും. ജഗബൊഗകളല്ല ശരിക്കും ഇസ്ലാം എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ചോറ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പം വിതരണം ചെയ്ത സിപ്പപ്പാണ് വിതരണം ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വല്ല ഐസ്ക്രീമോ ജ്യൂസോ സ്നാക്സോ എന്തോ വിതരണം. അതെങ്ങനെ വിതരണം ചെയ്യേണ്ടത് ശരിക്ക്? ഇങ്ങനെ ശബ്ദ കോലാഹലങ്ങളില്ലാതെ, സദസ്സിന് അഭംഗിയില്ലാതെ, പ്രഭാഷകന് അസ്വസ്ഥതയില്ലാതെ, ബാക്കിയുള്ളവരെ അസ്വസ്ഥപ്പെടുത്താതെ അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാതെ എന്തല്ല എടുക്കൂ, ഈ പരിപാടി നമ്മളെ നാട്ടിൽ നിന്നും മഹലിൽ നിന്നും ഗ്രൂപ്പിൽ നിന്നൊക്കെ റിമൂവ് ആക്കണം. നമ്മളെ ലൈഫിൽ സോഫ്റ്റ്നെസ് കൊണ്ടുവരണം. ഇനി ഭാര്യ ഭർത്താവിനെ ഫോൺ വിളിക്കുമ്പോൾ അങ്ങനെ തന്നെ, നിങ്ങിന്ന് വരുമോ? എന്തേ? അല്ല, നിങ്ങൾ വരുവാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാനാണ്, വരണേ പ്ലീസ്, നേരത്തെ വരോ? ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യുവേ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇതാണ് സോഫ്റ്റ്നെസ്. ഇതേ സാധനം എങ്ങനെയും ചോദിക്കാം ഭാര്യമാർക്ക്, നിങ്ങൾ ഇന്ന് വരോ ഇല്ലയോ? അതിന് കാത്തുക്കാന്നും കഴിയില്ല, തലവേദന എടുത്തിട്ട് എടുക്കാൻ കഴിയുന്നില്ല, വരോ ഇല്ലയോ? അയാൾ പറയും, ഞാൻ റെയിൽവേ സ്റ്റേഷനിലായിട്ട് ഉറങ്ങിക്കോളാം, വെറുതെ പറയുമ്പോൾ അങ്ങനെ പറയുള്ളൂ. സോഫ്റ്റ്നെസ് ഉണ്ടാവണം. ഭാര്യ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക, നിങ്ങൾ ഇന്ന് ഫുഡിനുണ്ടാവോ? രാത്രി ഫുഡിന് ലഞ്ചിനുണ്ടാവോ? എന്തേ? ഉച്ചക്ക് ഉണ്ടാവോ? ഡിന്നറിനുണ്ടാവോ? അങ്ങനെ ചോദിക്കുക. ഭാര്യ ചോദിക്കുന്നത്, ഇന്നേ ഉച്ചഭക്ഷണത്തിനുണ്ടാവോ? ലഞ്ചിന്? ഡിന്നറിനുണ്ടാവോ? രാത്രി ഉണ്ടാവോ? രാത്രി അതെന്തേ ചോദിക്കുന്നുണ്ടോ മോളെ? അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പെഷ്യൽ ഞാൻ ആക്കുന്നുണ്ട്, ആക്കിയിട്ട് ബാക്കിയാവുക, നമുക്ക് ഒന്നിച്ച് നിന്നാൽ പ്ലീസ്. എനിക്കും ഉണ്ടാവില്ല ഒരാഗ്രഹം. ആ ഭാര്യൻ്റെ ആഗ്രഹം പറയലോടുകൂടി ഭർത്താവ് എന്ത് തിരക്കുണ്ടെങ്കിലും ഹറിബറിയായിട്ട് ഓടിച്ചാടി ഇങ്ങോട്ടേക്ക് വരും. പക്ഷെ നമ്മളെ പല നാടുകളിലും ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഇന്ന് ഉണ്ടാവോ ഇല്ലയോ? അതെന്തേ? ഫുഡ് വേണോ വേണ്ടിയോ? അതിന് ആക്കിയിട്ട് ബാക്കിയാക്കാനും ഫ്രിഡ്ജിൽ വെക്കാനും കഴിയൂലാന്ന്. വേണ്ട മോളെ, എൻ്റെ വിശപ്പ് മൊത്തം പോയി എന്ന് പറയും. വേറെ പറയാം. സോഫ്റ്റ്നെസ് ഉണ്ടാവണം. അപരൻ കേൾക്കുന്ന സമയത്ത് അത് സന്തോഷിപ്പിക്കുന്ന വർത്താനമായിരിക്കണം. അങ്ങനെ നമ്മളെ കുടുംബത്തിലൊക്കെ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ശൈലി ഉണ്ടെങ്കിൽ, ഇല്ലാ സാനഹു, സോഫ്റ്റ്നെസ് എന്ന നന്മനെ കുറിച്ചിട്ട് ഹദീസ് പരിചയപ്പെടുത്തുന്നത് വലിയ ഭംഗിയായിരിക്കും അയാളുടെ ലൈഫിന്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദീർഘനേരത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇനിയും നിങ്ങളെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നിടത്തൊരു അസ്വസ്ഥതയാണ്. സോഫ്റ്റ്നെസ്സാണ് നമ്മളെ പ്രസംഗത്തിലെ കണ്ടൻറ് തന്നെ, എന്നിട്ട് ഹാർഡാക്കാൻ പാടില്ലല്ലോ. സംസാരം നിർത്തുന്നു. അള്ളാഹു നമ്മളെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ നടന്ന എല്ലാ പരിപാടികളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബാസിറ്റ്സ്, ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തു നിന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ബാസിത്ത് എന്ന് കേൾക്കുമ്പം തന്നെ നെഞ്ചു പടക്കും.
ചെറിയ ജീവിതത്തിൽ ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യാൻ തൗഫീഖ് കിട്ടിയ ഒരു പൊന്നു മോനാണ് ബാസിദ് സഖാഫി. എന്ന് മാത്രമല്ല, ഒരുപാട് ആൾക്കാരെ സംഘടനയിലേക്ക് കൊണ്ടുവരികയും പദ്ധതികളിൽ പ്രചോദിപ്പിക്കുകയും ഇപ്പോഴും പലർക്കും നനഞ്ഞ മനസ്സോടുകൂടി നനവോടുകൂടി നോക്കിക്കാണാനും കേൾക്കാനും പറ്റുന്ന ഒരു പേരാണ് ബാസിത്ത് എന്നുള്ളത്. അള്ളാഹു ബാസിദ് സഖാഫിയുടെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. അസുഖബാധിതനായി കിടക്കുമ്പോഴും പ്രയാസപ്പെട്ട നിമിഷങ്ങളിലും സംഘടനയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിനു വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടി തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്ത ഒരു പേരാണ്. SSFകാരായ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ് ബാസിദ് സഖാഫി. അള്ളാഹു ആ മോൻ്റെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അവരെയും നമ്മളെയും നാളെ സ്വർഗ്ഗലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ, ഉമ്മമാർ, ഉപ്പമാർ, ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ, എല്ലാവരുടെയും ഖബർ നീ സ്വർഗ്ഗാക്കണേ റഹ്മാനെ. നമ്മുടെ ഈ മഹല്ല് സംഗമം അതിൻ്റെ നേരത്തെ ചില കാർഡുകളൊക്കെ വിതരണം ചെയ്തു. ഇനി ഈ മഹല്ല് ഒരു സ്മാർട്ട് മഹല്ലായി കുറേ കൂടി അഡ്വാൻസ്ഡായി മുന്നേറും എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും കരുതി നേരത്തെ ഇവിടെ ഖൈറാത്തുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫാത്തിഹകൾ ഓതിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുവേ, നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടുന്ന് ഓതിയ ചെയ്ത എല്ലാ ഖൈറാത്തും ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റമ്പിയാക്കൾ, ഔലിയാക്കൾ, ഈ മാസത്തിൽ വഫാത്തായി പോയ വിശേഷിച്ച് ഉഹദിലെ നായകന്മാർ, അതുപോലെ മൗലദ് ബുഖാരി തങ്ങൾ, CM വലിയുല്ലാഹി തങ്ങൾ, എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ. തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം നൽകണേ റഹ്മാനെ. കുടുംബത്തിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഇവിടെ വന്ന എല്ലാവർക്കും നീ വലിയ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണേ റഹ്മാനെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഈ മഹലിൽ നിന്ന് നമ്മുടെ മുന്നേ നടന്നുപോയി വിടപറഞ്ഞു പോയ എല്ലാവരുടെയും പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടെ മൗത്താക്കണേ അല്ലാ. നിൻ്റെ പൊരുത്തം ലഭിക്കുന്ന ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടുന്ന നല്ല അടിമകളിൽ പെടുത്തണേ റഹ്മാനെ. നമ്മളെ മക്കളെ കാര്യം നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ബി ഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.